ഒരു തലത്തിൽ അമേരിക്ക പലപ്പോഴും പറഞ്ഞു വെക്കുന്നത് താൻ അല്ലെങ്കിൽ ട്രംപ് പറഞ്ഞു വെക്കുന്നത് താൻ സമാധാനത്തിനായി ശ്രമിക്കുന്നു, പല യുദ്ധങ്ങളും താൻ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു ഭരണാധികാരിയാണ് എന്ന് പറയുമ്പോഴും മറ്റൊരു തലത്തിൽ പല സ്ഥലങ്ങളിലും ഇടപെട്ടത് നമുക്കറിയാം. ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിൽ, റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ, ഏറ്റവും ഒടുവിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ പോലും അവസാനിപ്പിച്ച് താനാണെന്ന് 32 തവണ അവകാശവാദം ഉന്നയിച്ച ഒരു ഭരണാധികാരിയാണ് ട്രംപ്. അവിടെ നിന്നാണ് ഇപ്പോൾ ഒരു രാജ്യത്തെ ആക്രമിച്ചില്ലാതാക്കുന്നതിലേക്ക് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ മാറുന്നത്. ഇസ്രായേലിൻ്റെ സപ്പോർട്ടോടുകൂടി ഒരു രാജ്യത്തിൻ്റെ പരമോന്നത നേതാവ് ഭരണാധികാരിയെ കൊലപ്പെടുത്തിക്കൊണ്ടുള്ള നീക്കത്തെ ഇനി ട്രംപ് എങ്ങനെ ന്യായീകരിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം. പക്ഷേ അപ്പോഴും സമാധാന ശ്രമങ്ങൾ അടക്കം താൻ ഒരുപാട് നടത്തി, 3 തവണ ചർച്ചകൾക്ക് മുൻകൈയെടുത്തു. തൻ്റെ നിർദ്ദേശങ്ങൾ, അമേരിക്കയുടെ നിർദ്ദേശങ്ങൾ ഒരു തരത്തിലും അംഗീകരിക്കാതെ വന്നപ്പോഴാണ് ഇത്തരം ചെയ്തിയിലേക്ക് പോയത് എന്ന് വേണമെങ്കിൽ പറയാം. മറ്റൊന്ന്, ഇറാൻ്റെ ഇപ്പോഴത്തെ പ്രവർത്തികൾ, പ്രത്യേകിച്ചും ഗൾഫ് രാജ്യങ്ങളെ, ഈ യുദ്ധത്തിലൊന്നും പങ്കാളികളല്ലാത്ത സമാധാനപൂർണ്ണമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഗൾഫ് രാജ്യങ്ങളെ ഈ റമദാൻ മാസത്തിൽ ആക്രമിക്കുക എന്നുള്ളത് ഇറാന് വലിയ എതിർപ്പ് വിളിച്ചു വരുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത്തരത്തിലുള്ള സംഭവവികാസങ്ങൾ ഇപ്പോൾ ആവർത്തിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അജയ് സുധാ ബിജു തുടരുന്നുണ്ട്. അജയ്, കാര്യങ്ങൾ സ്ഥിരീകരിക്കപ്പെട്ടു കഴിഞ്ഞു. ഖമേനി കൊല്ലപ്പെട്ടു, ദുഃഖാചരണം പ്രഖ്യാപിച്ചു. ഇനിയൊരു പോരാട്ടത്തിനുള്ള വീര്യം ഇറാൻ ഉണ്ടാകുമോ? ഇറാൻ ഈ ഒരു ഖമനയുടെ മരണത്തെ തുടർന്ന് ഇറാനിൽ വലിയൊരു അനിശ്ചിതത്വം ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണത്തെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് പ്രാദേശിക സമയം ശനിയാഴ്ച രാവിലെയാണ് ആയത്തുള്ള അലി ഖമനൈ കൊല്ലപ്പെട്ടത്. അലി ഖമനൈ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഔദ്യോഗിക കൃത്യനിർവഹണങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഓഫീസിൽ ജോലികൾ ചെയ്യുന്നതിനിടയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചത് എന്നാണ് ഇറാൻ്റെ സ്റ്റേറ്റ് മീഡിയ ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കുന്ന ഒരു കാര്യം. അദ്ദേഹത്തിൻ്റെ മരണത്തെ തുടർന്ന് ഇറാനിലെ റവല്യൂഷണറി ഗാർഡ്സ് ഒരു അനുശോചന കുറിപ്പും പുറത്തിറക്കിയിട്ടുണ്ട്. റവല്യൂഷണറി ഗാർഡ് പറയുന്നത്, നമുക്ക് മഹാനായിട്ടുള്ള ഒരു നേതാവിനെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആയത്തുള്ള അലി ഖമനയെ ഓർത്ത് തങ്ങൾ ദുഃഖിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ ശുദ്ധി, വിശ്വാസങ്ങളുടെ ശക്തി, കാര്യങ്ങളിലെ സമർത്ഥത, അതുപോലെ തന്നെ ഈ അഹങ്കാരികളായിട്ടുള്ള മറ്റ് ഭരണാധികാരികളെ നേരിടാനുള്ള ധൈര്യം, അതുപോലെ തന്നെ ദൈവത്തിൻ്റെ പാതയിലെ ജിഹാദ് എന്നിവയുടെ കാര്യത്തിൽ അതുല്യനായിട്ടുള്ള ഒരു നേതാവിനെയാണ് നഷ്ടപ്പെട്ടത്. ഇത് തീർത്താൽ തീരാത്ത നഷ്ടമാണെന്ന് ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇറാനിൽ ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മരണത്തെ തുടർന്ന് ഇനി ആരായിരിക്കും അടുത്ത നേതാവ് എന്നതിനെ സംബന്ധിച്ച് അനിശ്ചിതത്വങ്ങളുണ്ട്. ഇനി അടുത്ത നേതാക്കൾ അവകാശപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവർ കൊല്ലപ്പെട്ടോ ഇല്ലയോ എന്നുള്ള വിവരങ്ങൾ ഉൾപ്പെടെ പുറത്തു വരേണ്ടതുണ്ട്. സാധാരണഗതിയിൽ ഇറാനിൽ ഒരു പരമോന്നത നേതാവ് കൊല്ലപ്പെടുകയാണെങ്കിൽ സാധാരണ അടുത്ത നേതാവിനെ തിരഞ്ഞെടുക്കുക 88 അംഗങ്ങളുള്ള ഒരു ആത്മീയ സമിതി, അവർ യോഗം ചേർന്നാണ് അടുത്ത നേതാവിനെ തിരഞ്ഞെടുക്കുന്നത്. അതുപോലെ തന്നെ ഇറാനിയൻ പ്രസിഡന്റ്, അതുപോലെ ഹെഡ് ഓഫ് ജുഡീഷ്യറി, അതുപോലെ തന്നെ ഗാർഡിയൻ കൗൺസിലിൽ നിന്നുള്ള പ്രധാനപ്പെട്ട അംഗങ്ങൾ, ഇവർ എല്ലാവരും ഈ ഒരു തീരുമാനത്തിൽ നിർണായക പങ്കുവഹിക്കും. സാധാരണഗതിയിൽ മുൻപത്തെ ഒരു തീരുമാനപ്രകാരം ഇനി ഖമനയുടെ അടുത്ത അവകാശിയായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ചില ആളുകളുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു മുജിത്തബ ഖമനൈ, അതായത് ഖമനയുടെ 2ാമത്തെ മകൻ. ഈ സൈന്യത്തിലും അതുപോലെ തന്നെ നീതിന്യായ വ്യവസ്ഥയിലും ഉൾപ്പെടെ നിർണായക സ്ഥാനങ്ങൾ അലങ്കരിച്ച വ്യക്തിയായിരുന്നു മുജിത്തബ ഖമനൈ. പക്ഷേ അദ്ദേഹം ഈ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകളാണ് നിലവിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് അലി ലാരിജാനി. ഇദ്ദേഹം എന്ന് പറയുന്നത് അവിടുത്തെ നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ നേതാവാണ്. അതുപോലെ തന്നെ പല സർക്കാരിൽ വളരെ നിർണായകമായിട്ടുള്ള സ്വാധീനമുള്ള ആളാണ് അലി ലാരിജാനി. അതുപോലെ തന്നെ അലി റാസ അറാഫി എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഇറാനിലുള്ള മതപഠനശാലകളുടെ തലവനാണ്. അതുപോലെ തന്നെ അസംബ്ലീസ് ഓഫ് എക്സ്പേർട്സിൻ്റെ നേതാവും കൂടിയാണ് അലി റാസ അറാഫി. അതുപോലെ അഹമ്മദ് അത്താഫി എന്ന് പറയുന്ന ഒരു മുതിർന്ന നേതാവ്, ഇദ്ദേഹത്തിനും അവിടെ ഒരു സാധ്യത കൽപ്പിക്കുന്ന പ്രധാനപ്പെട്ട ആളുകളിൽ ഒരാളാണ്. അപ്പോൾ ഇത്തരത്തിൽ പല നേതാക്കൾ ഇറാനിൽ ഇനി അടുത്ത ഭരണം കൈയാളും എന്ന് പറയുന്ന സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇവരിൽ ആരൊക്കെ മരിച്ചു, ആരൊക്കെ ജീവനോടെ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ നമുക്കിപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ അറിയില്ല. എന്തായാലും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള മുജിത്തബ ഖമനൈ കൊല്ലപ്പെട്ടു എന്നുള്ള ഒരു സ്ഥിരീകരിക്കാനാവുന്ന വിവരങ്ങൾ ഇപ്പോൾ നമുക്ക് ഏറെക്കുറെ വരുന്നുണ്ട്. ഇനി മറ്റ് നേതാക്കൾ, ഇനി അലി ലാരിജാനിയുടെ കാര്യത്തിൽ, അതുപോലെ തന്നെ അലി റാസ അറാഫി, അഹമ്മദ് ഖത്താഫി,
ഖദ്ദാഫി തുടങ്ങി ഈ മുൻനിരയിൽ നിൽക്കുന്ന ആളുകളുണ്ട്. ഇവരുടെ കാര്യങ്ങളിൽ ഉൾപ്പെടെ ഇനി വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. അത് ഉൾപ്പെടെ ഇനി ഇറാൻ ഭരണകൂടം വൈകാതെ തന്നെ സ്ഥിരീകരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഔദ്യോഗിക തലത്തിൽ 40 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം ഇറാനിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 7 ദിവസത്തെ ഔദ്യോഗിക അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇറാൻ റവല്യൂഷണറി ഗാർഡ് ഇപ്പോൾ അനുശോചന സന്ദേശം പുറത്തുവിടുന്നു. ഇപ്പോൾ ഇത്തരത്തിൽ ഇറാനിൽ കടുത്ത രീതിയിലുള്ള ഒരു അനിശ്ചിതത്വം ഇക്കാര്യത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് യാതൊരു സംശയവുമില്ലാതെ പറയാം. ഇത് US-നെ സംബന്ധിച്ചിടത്തോളം അതുപോലെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. അവർക്ക് ഇപ്പോൾ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്ന ഇറാന് മേൽ ഒരു ആധിപത്യം സ്ഥാപിക്കാൻ അവരെ സംബന്ധിച്ച് വലിയൊരു അവസരമാണ്. ഇത്തരത്തിൽ കടുത്ത രീതിയിലുള്ള ആക്രമണം ടെഹ്റാനിൽ ഉൾപ്പെടെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ടെഹ്റാനിൽ വീണ്ടും പൊട്ടിത്തെറി ശബ്ദങ്ങൾ കേട്ടതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ ഈ കടുത്ത രീതിയിലുള്ള ഇപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ മരണം 1989 മുതൽ ഇറാന്റെ ഭരണം കൈയടക്കിയിരുന്ന ഈ നേതാവിൻ്റെ മരണത്തിന് ശേഷം ഇപ്പോൾ കൂടുതൽ ആക്രമണങ്ങൾ കടുപ്പിച്ചു എന്ന് തന്നെ നമുക്ക് നിസ്സംശയം. ഇപ്പോൾ നമുക്കറിയാം പല എയർപോർട്ടുകളും അടച്ച സാഹചര്യം കൂടിയുണ്ട്. പല എയർപോർട്ടുകളിലും പ്രശ്നങ്ങളുണ്ട്. മലയാളികളടക്കം നിരവധി ആളുകൾ ഈ എയർപോർട്ടുകളിൽ കുടുങ്ങിക്കിടക്കുന്ന പശ്ചാത്തലം ഏറെ ഗൗരവമേറിയതാണ്. PV സിന്ധു, നമ്മുടെ പ്രധാനപ്പെട്ട കായിക താരം സിന്ധു ഉള്ളത് ദുബായ് എയർപോർട്ടിലാണ്. ദുബായ് അതോറിറ്റീസ് അവിടെ അവർ സുരക്ഷിതരാണ് എന്ന് പറയുമ്പോഴും സിന്ധുവിൻ്റെ ഒരു FB പോസ്റ്റ് നമുക്കിപ്പോൾ വായിക്കാം. ദ ഓർഡിയൽ കണ്ടിന്യൂസ് ടു അൺഫോൾഡ് ആൻഡ് സിറ്റുവേഷൻ ഈസ് ബിക്കമിങ് മോർ ഫ്രൈറ്റൻഡ് ബൈ ദ അവർ കുറച്ചുകൂടി ദുബായ് എയർപോർട്ടൊക്കെ ലക്ഷ്യം വെച്ച് പല ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. ദർ വാസ് ആൻ എക്സ്പ്ലോഷൻ ക്ലോസ് ടു വെയർ വി ആർ ഹോൾഡ് അപ്പ് അറ്റ് ദ എയർപോർട്ട്. ഈ ദുബായ് എയർപോർട്ട് തൊട്ടടുത്ത് തന്നെ ഒരു വലിയ സ്ഫോടനം നടന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ വി ആർ ഓൾ സേഫ് ആൻഡ് നൗ വി ഹാവ് ബീൻ മൂവ് ടു എ മോർ സെക്യൂർ പ്ലേസ് താങ്ക്സ് ടു ദ ടയർലെസ് എഫേർട്സ് ഓഫ് ദ സ്റ്റാഫ് അറ്റ് ദുബായ് എയർപോർട്ട് എന്ന് ദുബായ് എയർപോർട്ട് അധികാരികൾക്ക് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ടാണ് സിന്ധുവിൻ്റെ ഈ പോസ്റ്റ് വന്നിരിക്കുന്നത്. ഏതായാലും സുരക്ഷിതരാണ്, പക്ഷേ അപ്പോഴും ഭീതിയിലാണ്. കാരണം ഇപ്പോൾ നമുക്കറിയാം നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്കൊക്കെ ഇത്തരം സംഭവവികാസങ്ങൾ ആദ്യമായാണല്ലോ. അതുകൊണ്ട് തന്നെ ഭീതിയുണ്ട്. പക്ഷേ കാര്യങ്ങൾ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്ന തരത്തിലേക്കല്ല പോകുന്നത് എന്നുകൂടി സിന്ധു വ്യക്തമാക്കുന്നുണ്ട്. ബിജു നാരായണൻ ഗായകനും കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. അദ്ദേഹവും എയർപോർട്ടിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഫിലിപ്പ് കബീൽ കത്തോലിക്ക കോൺഗ്രസിൻ്റെ പ്രതിനിധി, അദ്ദേഹവും ദുബായിലാണ്. അദ്ദേഹവും ചില സുരക്ഷാ പ്രശ്നങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അങ്ങനെ നിരവധി ആളുകൾ, ഇതൊക്കെ നമുക്കറിയാവുന്ന വ്യക്തികളാണ്. ഇതല്ലാതെ അനവധി ആളുകൾ എയർപോർട്ടുകളിലും മറ്റും കുടുങ്ങിക്കിടക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ അവർക്കൊന്നും തൽക്കാലം സുരക്ഷാ പ്രശ്നങ്ങളില്ല. ഈ എയർപോർട്ട് അധികാരികൾ, അതായത് ഗൾഫ് രാജ്യങ്ങൾ, UAE ഭരണകൂടമൊക്കെ വളരെ കൃത്യമായി തന്നെ അവരുടെ സുരക്ഷിതത്വം നോക്കുന്നുണ്ട് എന്നുകൂടി പ്രേക്ഷകരെ അറിയിക്കുകയാണ്. വേറെ പ്രശ്നങ്ങളൊന്നും ഗൾഫ് രാജ്യങ്ങളിൽ തൽക്കാലം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുകൂടി അറിയിക്കുകയാണ്. നമുക്ക് വളരെ പെട്ടെന്ന് വാർത്തകളിലേക്ക് തന്നെ തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.